സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു ബേസിലൊരു മണ്ടനാ പൊട്ടനാന്നൊക്കെ. അത് ഇന്ന് എനിക്ക് ചോദിക്കണം, സത്യമാണോ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? നമ്മൾ ഡയറക്ടർ എന്ത് പറയുന്നു നമ്മളത് കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ശരി, പടത്തിന് വേണ്ടി ഞാൻ വണ്ണം കൂട്ടും കുറക്കും, കൂട്ടും കുറക്കും. സാർ കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. എന്നിലെ നടനെ പുള്ളിക്ക് ആവശ്യമായിരുന്നു. ഓക്കെ, പ്രണവ്, ധ്യാൻ, നിവിൻ, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. എന്നിട്ട് ഞെളിഞ്ഞു കയറി ഇരിക്കുകയാണ്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, സ്വാഭാവികം. അതൊന്നും എല്ലാവരും വന്നേ, ഇന്ന് വന്നേ. അതെ, കൈക്ക് ബലുണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ ഇടിക്കരുതാ കള്ളപ്പന്നികളെ. അല്ലെ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഇരുട്ടത്ത് പോയിരുന്നു സ്വയം അഭിനയിച്ചിട്ട് വരുമെന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറയണ ഞാൻ കേട്ടു. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണ്ടാരടങ്ങെന്താ വരുന്നു ഈശ്വര, എന്റെ മാനം പോയത് തന്നെ. ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി നിന്ന് സ്വയം അഭിനയിച്ചിട്ട് അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇല്ല, പ്രാർത്ഥിക്കാൻ പോകുക. ഈ നഗരത്തിന്റെ പെരുമാറിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുരുതിജലം പാനം ചെയ്യുകയായിരുന്നു. അറിയോ നിനക്ക്? സ്റ്റാഫ് ഒക്കെ എനിക്ക് ഈസി ആയിട്ട് ഞാനങ്ങ് ചെയ്തു പോയി. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ? സെക്കൻഡ് ഹാഫ് ആണ് ടഫ് ഏരിയാസ്. തമാശ അല്ല, ഇത് സീരിയസ്. അതുകൊണ്ട് ആ കഥയൊന്നും അവന്റെ അടുത്ത് പറഞ്ഞില്ല. അല്ല, മേടിച്ചു പോയാൽ ഒരു 8 മുഴം കയറ് കിട്ടൂ എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. എന്നാലും ധ്യാനിനെ കുറിച്ചൊരു കഥ പറഞ്ഞില്ലല്ലോ ആ സിനിമ സെറ്റില്. കഥ ഇതുവരെ വിട്ടില്ലേ? ഇല്ല, എനിക്ക് ഇതൊക്കെ അറിയാം. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക് ഞാൻ അത് വിട്ടു, ശരിയാന്നില്ല. ഒന്നും പറയണില്ല ഡയറക്ടർ. സത്യം കേട്ടോ, ഇവര് പറയട്ടെ. അതെന്താ? പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. പറ്റില്ല എന്ന് മാത്രം പറയരുത്, ഇതൊരു വാശിയുടെ പ്രശ്നമാണ്. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. നമ്മൾ ആർക്കും കൊടുത്തില്ല. തിയേറ്ററിൽ ഉണ്ടാവില്ല മിക്കവാറും. ഞാൻ പോകുന്നു. ബൈ ബൈ.